ഇപ്പൊ ഇവരൊക്കെ തിരക്കി ആരെങ്കിലും ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ് പേടി. അവരിവിടെ ഉണ്ടെന്ന് ഇവിടെ ആരും അറിയില്ലല്ലോ. എടാ മൊബൈൽ ട്രേസ് ചെയ്താൽ പോരെ, എന്റെ പറയാ ആളെങ്കിലും വരൂലേ? എന്നാൽ രാഷ്ട്രീയമായിട്ട് സ്വാധീനമുള്ളവരാ രണ്ടുപേരും. വരണടുത്ത് വെച്ച് കാണാം. വരണടുത്ത് വെച്ച് കാണാൻ തന്നെ ഒരു പണിയില്ലാത്ത നിങ്ങൾക്ക് വല്ലപ്പോഴും രാവിലെ ഇറങ്ങി പോകാനുള്ളതാണ് പാർട്ടി. അതിൽ നിന്നും പുറത്താക്കിയാലോ? ഒരുപാട് ഇങ്ങോട്ട് ചൊറിയല്ലേ തങ്കം കേട്ടാ. ഒരു പണിയില്ലാതെ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. പണി ഉണ്ടായില്ലേ? അതെ, വന്ന ഉടനെ പറയണ്ട, സമാധാനത്തിൽ പറഞ്ഞാൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. സംഭവം അറിഞ്ഞ പൊന്നോ, കാലം വല്ലാത്ത തന്നെ കേട്ടാ. ഇന്നത്തെ കാലത്തെ പിള്ളേർക്കേ ഈ അച്ഛനും അമ്മമാരോടും വല്ല സ്നേഹം ഉണ്ടാ, വല്ല ബഹുമാനം ഉണ്ടാ? എന്റെ പൊന്നോ, സമ്മതിക്കണം. അതെങ്ങനെയാന്ന് പറ. ഇട്ടുമൂടാനുള്ള സ്വത്തെല്ലാം ഉണ്ടാക്കിയിട്ടേക്കണം. പിന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹമോ ബഹുമാനമോ എന്തെങ്കിലും വേണോ? നമ്മൾ വളർത്തുന്നുണ്ട് രണ്ടെണ്ണങ്ങളാ, കണ്ടറിയാൻ നോക്കുവോന്ന്. ഇനി ചാവാ നേരത്ത് വല്ല വിഷമൊന്നും കൊല്ലാതിരുന്ന ഭാഗ്യം. അല്ല ലില്ലിച്ച ഇവിടെ വന്ന് ഇത്ര കാര്യഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ മിനിങ്ങസിയാന്ന് കേട്ടോണ്ടിരുന്നാല് ഒരാളൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഒരാളെ മുഴുവൻ പറഞ്ഞു തരട്ടെ. അച്ചാച്ചൻ എന്തിന്റെ സുഖടാ? കുടുംബക്കാരറിയണ്ടേ? ഇവര് ചോദിക്കണ്ട, ഇവര് ചോദിക്കണ്ടെന്നേ. കേക്കട്ടെ, പറ. പിന്നെ നീ പറയടേ. നീ ഇത്ര അനുവാദം ചോദിക്കാൻ എന്താ ഉള്ളത്? ഒന്ന് പറ. അത് ഇക്കാര്യം ഇവിടെ വന്ന് ലില്ലിച്ചൻ പറഞ്ഞോളാന്ന് ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറയാം. നമ്മുടെ വെട്ടുക്കുടി സെബാസ്റ്റ്യൻ ഇല്ലയോ, ഭരണപക്ഷത്തിന് നമ്മുടെ നേതാവ്, പുള്ളിയുടെ മോൻ ടോമിനെ കാണാനില്ല. അയ്യോ, കൂടെ പുള്ളിയുടെ എതിർപക്ഷത്തിന്റെ PP ജോർജ് ഇല്ലേ, അയാളുടെ മോൾ ജെസ്സിയെ. അല്ല, ബാക്കി ഞാൻ പറയാം. ഈ ജെസ്സി എന്ന് പറഞ്ഞ അവള് ടോമിന്റെ കൂടെ പോകാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവക്ക് അതിന്റെ ഒരു യോഗ്യതയില്ല. ഈ വെട്ടുകുഴിക്കാരുടെ രോമത്തിന്റെ വില പോലും ഇല്ല ഈ ജെസ്സിയുടെ കുടുംബക്കാർക്ക്. നിങ്ങൾക്ക് അറിയാലോ അവൾ ആരുടെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന് ആർക്കൊക്കെ അറിയാം. ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഈ ടോം എങ്ങാനും ഈ ജെസ്സിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കാലം ആദ്യം തല്ലി ഒടിക്കുന്ന ഞാനായിരിക്കും. ചേച്ചി ഞങ്ങളുടെ കുടുംബക്കാരുടെ കാര്യമോ? ചേച്ചി ആൾക്കാരുണ്ട് അപ്പുറം എന്തോ ക്ലീറ്റോ ചേട്ടാ, നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ? തന്നെ നമുക്ക് സംസാരിക്കാം. നീ പോയി വേഷമൊക്കെ നമ്മുടെ 7 എഴുത്ത് വരാനുള്ളൂ. അല്ല ഞാന് അതുകൊണ്ടാണ് ലില്ലി നീ എന്തുവാണ് ചേച്ചിക്ക്? ഞാൻ എന്റെ വീട്ടിൽ കിടന്നല്ലേ പറയുന്നത്. ഇത്ര ആയല്ലോ ഞാൻ ആലോചിക്കുന്നു. ഞാനാ ജെസ്സി, PP ജോർജിന്റെ മോളില്ലേ കൊളങ്ങാവിൽ നിന്ന് കാണാതായേ, അത് ഞാനാ. പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരുടെ മഹത്വം ആണെങ്കിലേ വെട്ടുവീഴ്ക്കാരോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും.